14ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഇന്ത്യയിലെത്തിയ സദറുദ്ദീൻ സദറെ ജഹാൻ എന്ന ഹൈദർ ഷെയ്ഖിൽ നിന്നാണ് മലർക്കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് ലോധി വംശത്തിൻ്റെ സ്ഥാപകനായിരുന്ന ബെഹ്ലോൽ ലോധി പതിച്ചുകൊടുത്ത ഒരു നാട്ടുരാജ്യമായിരുന്നു ഇത്. പിൽക്കാലത്ത് ഷേർ മുഹമ്മദ് ഖാൻ എന്ന മറ്റൊരു നവാബിലൂടെ മലർക്കോട്ട്ല വീണ്ടും ഒരു ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ല് കൂടി മലർക്കോട്ട്ല പിന്നിട്ടു. 10ാമത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ 2 മക്കളെ അന്ന് കല്ലെറിഞ്ഞു കൊല്ലാൻ സർഹിന്ദിലെ ഗവർണറായിരുന്ന വസീർ ഖാൻ വിധിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളായിരുന്നു ഷേർ മുഹമ്മദ് ഖാൻ. ഷേർ മുഹമ്മദ് ഖാൻ്റെ ഈ ധൈര്യത്തിൽ സംപ്രീതനായ ഗോവിന്ദ് സിംഗ് അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങൾ നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഷേർഖാൻ്റെ മക്കളും വംശപരമ്പരയും മലർക്കോട്ട്ലയിൽ എന്നും വാഴുമെന്നായിരുന്നു. അതോടൊപ്പം തന്നെ മലർക്കോട്ട്ല എന്നും പച്ചപിടിച്ചു നിൽക്കുമെന്നും ഗുരു ആശംസിച്ചു. ഈ ചരിത്രത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് മലർക്കോട്ട്ലയിലെ മുസ്ലിങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും സദറുദ്ദീൻ സദറെ ജഹാൻ ഇന്ത്യയിലെത്തിയത് ഇസ്ലാം മത പ്രബോധനത്തിനായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് മലർക്കോട്ട്ലയുടെ ഭരണാധികാരിയായി ഇദ്ദേഹം മാറി. ഇദ്ദേഹം കാബൂളിൽ നിന്നാണ് ഇവിടെ എത്തിയത്. പാകിസ്ഥാൻ വഴി മലർക്കോട്ട്ലയായിരുന്നു ഗുരു അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം. മുഗൾ സാമ്രാജ്യത്തോടൊപ്പം നിന്നതിന് ഔറംഗസീബിന്റെ കാലത്ത് കോട്ട പണിയാനും നാണയം അടിച്ചിറക്കാനും മലർക്കോട്ട്ലയിലെ നവാബുമാർക്ക് അനുവാദം ലഭിച്ചു. പിന്നീട് മലർക്കോട്ട്ല ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. ലോർഡ് മൗണ്ട് ബാറ്റന്റെ സന്ദർശന വേളയിൽ ബഹുമാനാർത്ഥം പണിതതാണ് ഈ കണ്ണാടി മാളിക. നവാബ് സിക്കന്ദർ അലി ഖാനാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് 300 വർഷം മുൻപ് തുടക്കമിട്ടത്. ഈ ശീഷ് മഹലിന് ഏറിയാൽ 120 വർഷം പഴക്കമേ ഉള്ളൂ. ലോർഡ് മൗണ്ട് ബാറ്റന്റെ വരവ് പ്രമാണിച്ചാണ് ഇതുണ്ടാക്കിയത്. നവാബുമാർക്കിടയിൽ നടന്ന സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഒരു നൂറ്റാണ്ടോളം ഈ രമ്യഹർമ്മം അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒടുവിൽ കോടതിയിലൂടെ അനന്തരാവകാശം പതിച്ചു കിട്ടിയ ഇളമറക്കാരൻ സാജിദ് അലി ശീഷ് മഹൽ പുതുക്കിപ്പണിയാൻ ഒരുങ്ങുകയാണ്. പഞ്ചാബ് ഗവൺമെന്റ് ഒരു ശ്രമവും നടത്തുന്നില്ല. ഞങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുന്നത്. ഈയിടെയാണ് ഇതിന്റെ മേൽക്കൂര പുതുക്കി പണിതതും പെയിന്റ് അടിച്ചതും. വിഭജനകാലത്തെ വർഗീയ അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും മലർക്കോട്ട്ല മാത്രമാണ് അകന്നു നിന്നത്. തൊട്ടയൽ പ്രദേശങ്ങളായ സംഗരൂർ, പട്ടാൻകോട്ട്, റായ്കോട്ട്, സിർഹിന്ദ് മുതലായവയിൽ നിന്നും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നു. മലർക്കോട്ട്ലയിൽ നിന്നും മുസ്ലിങ്ങൾ ഓടിപ്പോകാതിരിക്കാൻ കാരണമായത് ഗുരു ഗോവിന്ദ് സിംഗിന്റെ അനുഗ്രഹമാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. സിഖുകാർ ഏതായാലും നഗരത്തിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി. മലർക്കോട്ട്ല നഗരത്തിൽ മുസ്ലിങ്ങൾ ധാരാളമായി ബാക്കി നിന്നത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഗുരു ഗോവിന്ദ് സിംഗിന്റെ ഇളയ മക്കളെ സർഹിന്ദിലെ ഗവർണർ രക്തസാക്ഷികളാക്കിയ സംഭവത്തിൽ മലർക്കോട്ട്ലയിലെ നവാബ് ഷേർ മുഹമ്മദ് ഖാൻ മാത്രമാണ് നീതിയുടെ പക്ഷത്ത് നിന്നത്. ഷേർഖാന്റെ പരമ്പര ഇവിടം വിട്ട് ഓടിപ്പോവേണ്ടി വരില്ലെന്ന് ഗുരു അന്ന് അനുഗ്രഹിച്ചു. गुरु गोविंद सिंह जी ने अपने वचन उच्चारण किए से भी जहाँ मुसलमानों का कभी कुछ भी बिगड़ेगा नहीं. इसी वजह के कारण जहाँ किसी जब 9947 में इंडियन 1947 ഇൻഡോ പാക് വിഭജനമുണ്ടായപ്പോൾ അവിടുത്തെ ഒരു മുസ്ലിമിനും സ്വത്തിനോ ജീവനോ ഭീഷണി ഉണ്ടായില്ല. 947 കലാപത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന ഹബീബ് ചൗധരി പറയുന്നത് പക്ഷേ മറ്റൊരു ന്യായമാണ്. അന്ന് മലർക്കോട്ട്ലയിലെ പട്ടാളത്തിലും പോലീസിലും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന കനത്ത സാന്നിധ്യമാണ് നഗരത്തിൽ വർഗീയ കലാപം നടക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് ഹബീബ് ചൗധരി പറയുന്നത്. അയൽപ്പക്കത്തുള്ള നാട്ടുരാജ്യങ്ങൾ പക്ഷേ മുസ്ലിങ്ങളുടേതായിരുന്നില്ല. ഇവിടത്തെ പട്ടാളവും പോലീസുമൊക്കെ നവാബിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവർ നഗരത്തിൽ കലാപം പടരാതെ നോക്കി. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടത്. आबाद हो गई, अपने मकानात बना ले, सबको कारोबार चला ले. ഷേർ മുഹമ്മദ് ഖാന്റെ നഗരം എന്നും പച്ചപിടിച്ചു നിൽക്കട്ടെ എന്ന ഗുരുവിന്റെ അനുഗ്രഹമാണ്
ഉത്തരേന്ത്യയിലേക്ക് മുഴുവൻ പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന പ്രദേശമായി മലർക്കോട്ട്ല മാറിയത് പിന്നിലെന്ന വിശ്വാസവും ഇവിടെയുണ്ട്. സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിലും ഇന്ന് മലർക്കോട്ട്ലയ്ക്ക് സവിശേഷമായ ഇടമുണ്ട്. പ്രധാനമായും ഫുട്ബോൾ ബൂട്ടുകൾ നിർമ്മിക്കുന്ന സ്റ്റാർ ഇമ്പാക്റ്റ് എന്ന കമ്പനി ഈ നഗരത്തിലാണ്. 2500ഓളം തൊഴിലാളികൾ പ്രതിദിനം 12,000 മുതൽ 15,000 വരെ ബൂട്ടുകൾ മാർക്കറ്റിലെത്തിക്കുന്ന ഈ കമ്പനിയിൽ ഇന്ന് ജോലി ചെയ്യുന്നു. ലോഗോ പതിക്കൽ, ബൂട്ടിന്റെ അളവിൽ ലെതർ ഷീറ്റുകൾ മുറിച്ചെടുക്കൽ, അവയുടെ നെയ്ത്ത് തുടങ്ങി വിവിധ ഘട്ടങ്ങളായാണ് ബൂട്ടിന്റെ നിർമ്മാണം. 30 मॉडल बनते हैं, 30-35 मॉडल. सबसे हाई क्वालिटी क्या बोलते हैं आप उसको? 35 മോഡലുകൾ വരെ ഞങ്ങൾ നിർമ്മിക്കുന്നു. മെസഞ്ചർ എന്ന ബ്രാൻഡിൽ ശുദ്ധ തുകലിൽ നിർമ്മിക്കുന്ന ബൂട്ടിന്റെ ഗുണനിലവാരം ഏറെ മുമ്പിലാണ്. നൈക്കിനെ പോലും വെല്ലുന്നതാണ് ഈ ബൂട്ട്. और उसकी मतलब अच्छा रिजल्ट है. जैसे नाइकी का है शूज़, उसके कंपैरिजन करें तो बहुत मतलब उसका रिजल्ट बहुत अच्छा है. ബൂട്ടിന് പുറമെ ക്രിക്കറ്റ് ഷൂകളും ജോഗിംഗ് ഷൂകളും ഒക്കെ സ്റ്റാർ ഇമ്പാക്റ്റ് നിർമ്മിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആയിരങ്ങൾ വിലമതിക്കുന്ന ഷൂവിന് ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ചുരുങ്ങിയ വിലയിൽ ലഭ്യമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ड्यूरेबिलिटी के हिसाब से इंडियन ग्राउंड के अकॉर्डिंग, सरफेस के अकॉर्डिंग ഇന്ത്യൻ ഗ്രൗണ്ടുകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ ബൂട്ടുണ്ടാക്കുന്നത്. എല്ലാ പാർട്സുകളും ഗുണനിലവാരം അനുസരിച്ച് മികച്ചതാക്കാൻ ശ്രമിക്കുന്നു. जो टेक्निक फुटबॉल के लिए चाहिए वो चीज़ है. इस शूज़ को अगर आप हमारा एक शूज़ स्टार्ट हो जाता है 275 से, वो जो प्रोडक्ट है हमारा, ഞങ്ങൾ 275 രൂപയ്ക്ക് നൽകുന്ന ഷൂസിന്റെ ഗുണനിലവാരം അദിദാസ് കമ്പനി 7,000 രൂപയ്ക്ക് നൽകുന്ന ഷൂവിന് തുല്യമാണ്. സ്പോർട്സ് മേഖലയിലെ പുതിയ കണ്ടെത്തലുകൾ അപ്പോൾ പകർത്താനും അവ ഗ്രൗണ്ടിൽ പരീക്ഷിക്കാനുമൊക്കെ ഈ കമ്പനിയിൽ സംവിധാനമുണ്ട്. बेसिस पर चलता है. कोई भी नया आर्टिकल मार्केट में आता है, हम उसको अच्छी तरह से स्टडी करते हैं अभी क्या होना चाहिए. മാർക്കറ്റിൽ ഏത് പുതിയ ഉൽപ്പന്നം എത്തിയാലും ഞങ്ങൾ അതിന്റെ സവിശേഷതകൾ പഠിച്ചറിയുന്നു. തുടർന്ന് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് നടത്തുന്നു. ग्राउंड टेस्टिंग के बाद मार्केट प्रोडक्ट आता है. മലർക്കോട്ട്ലയ്ക്ക് സ്വന്തമായി വേറെയും ബിസിനസ്സുകളുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിവിധ മിലിറ്ററി റെജിമെന്റുകളുടെ ബാഡ്ജുകൾ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യയിലെ സൈനിക വിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിലുള്ളവർക്കും ഞങ്ങൾ ബാഡ്ജുകൾ നിർമ്മിച്ചു നൽകാറുണ്ട്. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ സ്വയം തൊഴിൽ കണ്ടെത്തൽ സംരംഭങ്ങളിൽ ഒന്നുകൂടിയാണിത്. കരവിരുതിന് വലിയ പ്രാധാന്യമുള്ള ബാഡ്ജ് നിർമ്മാണ രംഗത്ത് പഴയ മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വരുമാനം മാത്രമാണ് തൊഴിലാളികൾക്കും നടത്തിപ്പുകാർക്കും ലഭിക്കുന്നത്. एक्सपोर्ट के काम आते हैं, दिल्ली से आते हैं, जैसे जर्मन होया, ജർമ്മനി, മലേഷ്യ, ഇറ്റലി, തുർക്കി മുതലായ രാജ്യങ്ങളിലേക്കുള്ള ബാഡ്ജുകൾ, തൊപ്പികൾ മുതലായവ ഡൽഹിയിൽ നിന്നാണ് ഓർഡർ ലഭിക്കുന്നത്. बैजलैंड का यूनिफॉर्म है, जैसे पी कैप है, टोपी कैप है, पी कैप है, शोल्डर है, बेल्ट है, जो भी है ना, क्रॉस बेल्ट है, बूट, जुराबा, जो भी यानी कि सफाई होती है सब यहाँ से करवा देते हैं, जो भी है. ഇരുമ്പ് പാത്രങ്ങളുടെയും തുകൽ ചെരുപ്പുകളുടെയും മാർക്കറ്റായി നഗരം പുതിയ ബിസിനസ് മേഖലകളിലേക്കും വളർന്നു തുടങ്ങി. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിലെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുദയനീയതയുടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് മലർക്കോട്ട്ലയിൽ കാണാനാവുക. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയാവുന്ന 1/2 ഡസനോളം സ്കൂളുകൾ ഈ നഗരത്തിലുണ്ട്. അതേസമയം ഉപരിപഠന മേഖലയിൽ ഇപ്പോഴും മലർക്കോട്ട്ല ഏറെ പിന്നിലാണ്.
Actually, we are not having any professionals, good colleges over here in Malerkotla. മലർക്കോട്ട്ലയിൽ മികച്ച പ്രൊഫഷണൽ കോളേജുകളില്ല. അതേസമയം നല്ല സ്കൂളുകൾ ഇവിടെയുണ്ട്. പണവും അതേക്കുറിച്ച് ധാരണക്കുറവുമാണ് കോളേജുകളുടെ കാര്യത്തിലെ തടസ്സം. Knowledge or lack of money. This is the problem here. Otherwise, 2-3 colleges are there, but if we can say कि professional colleges, good engineering colleges, they are not here in school. पर लड़कियों की तालीम के मामले में हमें बड़ी मुश्किलात पेश आती हैं. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ട്. മുസ്ലിം ആയിക്കൊണ്ട് തന്നെ തുടർ വിദ്യാഭ്യാസം ചെയ്യിക്കണമെങ്കിൽ ലുധിയാനയിലും പാട്യാലയിലും മറ്റും എളുപ്പമല്ല. അതിനുവേണ്ടി ഡൽഹിയിൽ ജാമിയ മില്ലയിലേക്കോ അലിഗഡിലേക്കോ അയക്കാറാണ് പതിവ്. इसके लिए दिल्ली, जामिया, अलीगढ़ वगैरह से रुजू करना पड़ता है. ആത്മീയ മേഖലയിൽ പോലും സിഖ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നല്ല ആദരവാണ് മുസ്ലിങ്ങൾ നേടുന്നത്. സ്കൂളുകളിൽ ഖുർആൻ വായിക്കാൻ പരിശീലിക്കുന്ന ധാരാളം അന്യമതസ്ഥർ ഇവിടെയുണ്ട്. റഹ്മാനിർറഹീം അലിഫ് ലാം മീം സാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലസീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖിമൂന അസ്സലാത വമിമ്മാ റസഖ്നഹും യുൻഫിഖൂൻ. വ്രതാചരണം പാടില്ലെന്നാണ് സിഖ് മതവിശ്വാസമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇഫ്താർ ഒരുക്കുന്നതിലും റമദാൻ മാസക്കാലത്ത് പള്ളികൾക്ക് സംഭാവന നൽകുന്നതിലുമൊക്കെ സിഖ് സമൂഹം പൂർണ്ണ മനസ്സോടെ ഒപ്പമുണ്ട്. സിഖ് വനിത വ്രതമനുഷ്ഠിച്ചാൽ അവൾ വിവാഹിതയോ വിധവയോ അല്ലെന്നാണ് ഗുരു പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു വ്രതവും അനുവദനീയമല്ല. वो नरक में रहेगी. ना वो सुहागन है, ना वो विडो है, ना वो मैरिड है. ये दर्जा दिया है. कोई वर्त अलाउड नहीं. സഹവർത്തിത്വത്തിന്റെ ഏറ്റവും മികച്ച ഇന്ത്യൻ മാതൃകകളിൽ ഒന്നാണ് മലർക്കോട്ട്ല. സാമുദായിക അന്തരീക്ഷം മലിനമാക്കാൻ ഈയിടെ നടന്ന ചില ശ്രമങ്ങളെ സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കണ്ടത്. റമദാനിൽ ഫഗ്വാരയിൽ പള്ളിക്ക് നേരെ നടന്ന കല്ലേറ് പഞ്ചാബിൽ മറ്റൊരിടത്തും ആവർത്തിക്കാതിരിക്കാൻ കനത്ത കാവലാണ് പോലീസ് ഏർപ്പെടുത്തിയത്. ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്ന ഈ ജനത സാംസ്കാരികമായ സാമ്യതകളിലാണ് അവരുടെ കരുത്ത് കണ്ടെത്തുന്നത്.